ശുദ്ധികലശത്തിനൊരുങ്ങി ട്രംപ്. യുഎസിൽ ഇനി ആണും പെണ്ണും മാത്രം മതി. ട്രാൻസ്ജെൻഡറുകളെ സൈന്യം, സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് പുറത്താക്കും. കുട്ടികളുടെ ചേലാകർമ്മവും ട്രാൻസ്ജെൻഡർ ഭ്രാന്തും അവസാനിപ്പിക്കും. അമേരിക്കയിൽ ഇനി ആണും പെണ്ണും എന്ന രണ്ട് ജെൻഡറുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂവെന്നും ട്രാൻസ്ജെൻഡർ ഭ്രാന്ത് അവസാനിപ്പിക്കുമെന്നും നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. ഫിനിക്സിൽ നടന്ന ചടങ്ങിൽ യുവാക്കളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാത്രമല്ല, സ്ത്രീയും പുരുഷനും എന്ന രണ്ട് ജെൻഡർ മാത്രമെന്നത് അമേരിക്കൻ ഗവൺമെന്റിന്റെ ഔദ്യോഗിക നയമായിരിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കിയിരിക്കുകയാണ്. ട്രാൻസ്ജെൻഡറുകളെ സൈന്യം, സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് പുറത്താക്കുവാനുള്ള ഉത്തരവുകളിൽ ഉടൻ ഒപ്പിടുമെന്നും ട്രംപ് പറഞ്ഞു. സ്ത്രീകളുടെ കായിക ഇനങ്ങളിൽ നിന്ന് പുരുഷന്മാരെ പുറത്താക്കുമെന്നും അതുപോലെ കുട്ടികളുടെ ചേലാകർമ്മം അവസാനിപ്പിക്കുവാനുള്ള ഉത്തരവിൽ ഒപ്പിടുമെന്നും ട്രംപ് വ്യക്തമാക്കി. ഡെമോക്രാറ്റ്, റിപ്പബ്ലിക്കൻ പാർട്ടികൾ ട്രാൻസ്ജെൻഡർ രാഷ്ട്രീയത്തിൽ വ്യത്യസ്ത നിലപാടുകളാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ട്രംപിന്റെ നിലപാട് യുഎസ് രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. പ്രസംഗത്തിൽ ട്രംപ് തന്റെ വരാനിരിക്കുന്ന പദ്ധതികളെക്കുറിച്ചും വ്യക്തമാക്കിയിട്ടുണ്ട്. യുഎസിലെ അനധികൃത കുടിയേറ്റ കുറ്റകൃത്യങ്ങൾ നിയന്ത്രിക്കുമെന്നും മയക്കുമരുന്ന് സംഘങ്ങളെ വിദേശ തീവ്രവാദ സംഘടനകളായി പ്രഖ്യാപിക്കുമെന്നും പനാമ കനാലിലെ യുഎസ് നിയന്ത്രണം പുനഃസ്ഥാപിക്കുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചു. ഇതിനൊപ്പം യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കുമെന്നും മിഡിൽ ഈസ്റ്റിലെ അരാജകത്വം അവസാനിപ്പിക്കുമെന്നും മൂന്നാം ലോക മഹായുദ്ധം തടയുമെന്നും അദ്ദേഹം പറഞ്ഞു. അമേരിക്കയുടെ മണ്ണിൽ പ്രവർത്തിക്കുന്ന ക്രിമിനൽ ശൃംഖലയെ പൂർണ്ണമായി തകർക്കുകയും അതിലുൾപ്പെട്ടവരെ നാടുകടത്തുകയും നശിപ്പിക്കുകയും ചെയ്യുമെന്നും ട്രംപ് വ്യക്തമാക്കുകയുണ്ടായി. എന്നാൽ ട്രംപിന്റെ പ്രഖ്യാപനങ്ങളോട് അമേരിക്കൻ പൊതുസമൂഹവും ലോകരാജ്യങ്ങളും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. കുടിയേറ്റക്കാരെ കൊണ്ടും ഇസ്ലാമിക തീവ്രവാദികളെ കൊണ്ടും പൊറുതിമുട്ടിയ യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ പിന്തുണ ട്രംപിനുണ്ടാകുമെന്ന സൂചനകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്.